നമുക്കത് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്ക് സ്തുതി, ആദ്യത്തിലേക്ക് തന്നെ ആമീൻ. കാരുണ്യവാനായ കർത്താവെ, അനുഗ്രഹീതമായ സന്ധ്യായാമത്തിനായി സ്തുതിക്കുന്നു. ദൈവമേ, നിന്റെ മക്കളാകാൻ ഞങ്ങൾ ഒരുമിച്ച് കൂടി അനുഗ്രഹീതമായി വിശ്വാസ വേദ പഠനത്തിനായി ആഗ്രഹിക്കുന്നു. എല്ലാ അനുഗ്രഹങ്ങളും കൃപകളും ഞങ്ങൾക്ക് ചൊരിഞ്ഞു തരണമേ. പ്രത്യേക ഏത് ഉദ്യമത്തിനായി ഞങ്ങൾ ആഗ്രഹിക്കുന്നുവോ ആത്മാവിന്റെ കൃപയും അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേക ഇതിന് നേതൃത്വം താല്പര്യപ്പെടുന്ന യുവന പ്രസ്ഥാനത്തിലെ എല്ലാ അംഗങ്ങളെ സമർപ്പിക്കുന്നു. കൂടുതലായി ദൈവികമായ താല്പര്യത്തോടും വിശ്വാസത്തോടും പ്രവർത്തിക്കുവാനും പഠിക്കുവാനും നിന്റെ മക്കളെ ഒരുക്കണമേ. സഭയ്ക്കും സമൂഹത്തിനും കൊള്ളാവുന്ന കുഞ്ഞുങ്ങളായി രൂപപ്പെടുവാനുമുള്ള കൃപയെ പ്രദാനം ചെയ്യണമേ. ഞങ്ങളെല്ലായ്പ്പോഴും നിനക്ക് നിന്റെ പിതാവിന്റെ റൂഹായിക്ക് സ്തുതി സ്തോത്രവും കരയേറ്റുവാൻ തന്നെ ആമീൻ. ഹലോ, വന്നോ? ഞാൻ വിളിച്ചായിരുന്നു, ഇപ്പം ജോയിൻ ചെയ്യും. അച്ഛനൊന്ന് ഇൻട്രൊഡക്ഷൻ വേണമെങ്കിൽ കൊടുത്തോച്ചാ. ബഹുമാനപ്പെട്ട ജിതിനച്ഛൻ, ഇതിൽ ഉൾപ്പെടുന്ന ബഹുമാനപ്പെട്ട സുനിലച്ഛൻ ഇതിനകത്തുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. സുനിലച്ഛൻ, ബഹുമാനപ്പെട്ട ബാബുച്ചാന്, ഇടവക ജനങ്ങളെ, പ്രത്യേക യുവന പ്രസ്ഥാന അംഗങ്ങളെ, ഒരു വിശ്വാസ ബഹുമാനപ്പെട്ട റിനോച്ചനും ഇതിൽ സംബന്ധിക്കുന്നു. പ്രത്യേക സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് മറുരൂപ പെരുന്നാളിന്റെ ദിവസത്തിൽ ഐമോനൂസോ എന്ന പേരിൽ ഇത്തരത്തിലൊരു പരിപാടി പള്ളിഭാഗം യുവന പ്രസ്ഥാനം താല്പര്യത്തോടെ ഇത്തരത്തിലൊരു പരിപാടിക്ക് നേതൃത്വം നൽകുവാനായിട്ട് ആഗ്രഹിച്ചു. അതിന് എല്ലാവിധമായിട്ടുള്ള ഭാവുകങ്ങളും നേരുന്നു. പ്രത്യേകിച്ച് വിശ്വാസ പഠനത്തിന്റെ തുടക്കം ഇന്നിവിടെ കുറിക്കുകയാണ്. എല്ലാവരുടെയും അനുവാദത്തോടെ ഇത് ഉദ്ഘാടനം ചെയ്യുമ്പോൾ യുവജനങ്ങൾ താല്പര്യത്തോടെ ഇത്തരത്തിൽ കാര്യങ്ങൾ ക്രമീകരിക്കുന്നതിന് പ്രത്യേകിച്ച് പള്ളിഭാഗം യുവന പ്രസ്ഥാനത്തിലെ എല്ലാ അംഗങ്ങളെയും ഇത്തരത്തിൽ അനുമോദിക്കുന്നു. അതിന് തുടർന്നും താല്പര്യത്തോടെ പ്രവർത്തിക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് കൂടാര പെരുന്നാൾ ദിവസം നാം വായിച്ചതായിട്ടുള്ള എവൻഗേലിയൻ ഭാഗത്തിൽ ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്, തമ്പുരാൻ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് ഒരു ഉയർന്ന മലയിലേക്ക് കയറിപ്പോയി. അവിടെ തമ്പുരാന്റെ തേജസ്കരണത്തിന്റെ അനുഭവത്തിലേക്ക് അവർ എത്തുന്ന സന്ദർഭത്തിൽ പത്രോസ്, യാക്കോബും യോഹന്നാനും ആഗ്രഹിക്കുന്ന ഒരു അനുഭവം അവിടെ നാം ഇരിക്കുന്നത് നല്ലതാണ് എന്നുള്ള ഒരു ചിന്തയാണ്. തമ്പുരാന്റെ നിര്യാണത്തെ കുറിച്ച് മോശയും ഏലിയാവും യേശുതമ്പുരാനോട് സംസാരിക്കുമ്പോൾ ആ ഒരു യാഥാർത്ഥ്യത്തിന്റെ അനുഭവത്തെക്കാൾ ഉപരിയായി ആ അനുഭവത്തിൽ നിന്ന് മുകളിൽ നിൽക്കുന്നതാണ് നല്ലത് എന്നുള്ള ഒരു ചിന്തയോടെ അവർ അതിനൊരു ആഗ്രഹം പ്രകടിപ്പിക്കുന്നതാണ് നമ്മൾ അവിടെ കാണുന്നത്. അതിന്റെ പ്രായോഗിക ചിന്തയിലേക്ക് കടക്കുമ്പോൾ പ്രത്യേകിച്ച് റിനോച്ചന്റെ ദൈവശാസ്ത്ര വശത്തെ കുറിച്ച് സംസാരിക്കും. ഞാൻ പറയാൻ ആഗ്രഹിച്ചത്, പലപ്പോഴും ജീവിതത്തിന്റെ പ്രായോഗികമായ അനുഭവത്തെ, ദൈവം തരുന്ന ജീവിതത്തിന്റെ അനുഭവത്തെ നാം ഉൾക്കൊള്ളാൻ താല്പര്യപ്പെടാതെ അതിൽ നിന്ന് മാറി നടക്കുന്ന ഒരു അനുഭവമാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുള്ളത്. ഇവിടെ തമ്പുരാൻ ആഗ്രഹിക്കുന്നത് മലമുകളിലെ യാഥാർത്ഥ്യത്തിൽ നിന്ന് താഴ്വാരത്തിലേക്ക് ഇറങ്ങുവാനാണ്. താഴ്വരയിലാണ് യാഥാർത്ഥ്യമായ ജീവിതത്തിന്റെ അനുഭവം. മലമുകളിൽ ഉള്ള അനുഭവത്തിൽ നിന്ന് ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോൾ അവിടെ നിന്ന് താഴ്വരയിലേക്ക് ഇറങ്ങി ജീവിതത്തിന്റെ യാഥാർത്ഥ്യമായ അനുഭവ തലത്തിൽ നമുക്ക് എത്താൻ കഴിയുന്ന ഒരു അനുഭവം ഉണ്ടാകുന്നുണ്ടോ എന്ന് ശാന്തമായി ചിന്തിപ്പാൻ ഇടയാകണം. ജീവിതത്തിന്റെ അനുഭവങ്ങൾ, ദൈവം തരുന്ന എല്ലാ അനുഭവങ്ങളെയും ദൈവകരങ്ങളിൽ ഏറ്റെടുക്കുവാനും സന്തോഷത്തോടെ ജീവിതത്തെ, അത് പ്രയാസമാണെങ്കിലും
ദുഃഖമാണെങ്കിലും സന്തോഷമാണെങ്കിലും ജീവിതത്തിന്റെ സമ്മിശ്ര സാഹചര്യത്തെ ഏറ്റെടുക്കുവാൻ നമുക്ക് സാധ്യമായി തീരട്ടെ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ ഈ വിശ്വാസ പഠനം ഇന്ന് ഇവിടെ ആരംഭിക്കുമ്പോൾ ഇത് ഇന്നത്തെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്തിയിരിക്കുന്ന ബഹുമാനപ്പെട്ട റിനു അച്ഛനാണ്. അച്ഛനെ പ്രത്യേകാൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലെന്നാണ് തോന്നുന്നത്. കാരണം അച്ഛൻ ഇപ്പോൾ നമ്മുടെ സഭയുടെ ബാലസമാജത്തിന്റെ വൈസ് പ്രസിഡന്റ് ആണ്. അതിനോടൊപ്പം വളരെ അനുഗ്രഹീതമായി പുത്തങ്കാവ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിലെ സഹവികാരിയായി അച്ഛൻ സേവനം അനുഷ്ഠിച്ചു. ഇപ്പോൾ യോർദാൻപുരം സെന്റ് ഗ്രിഗോറിയോസ് ഇടവകയുടെ വികാരിയായിട്ട് അച്ഛൻ സേവനം അനുഷ്ഠിക്കുന്നു. വളരെയേറെ ടാലന്റുകളും അനുഗ്രഹങ്ങളും ഒക്കെ ദൈവം കൊടുത്തിട്ടുള്ള ഒരു യുവ വൈദികനാണ്. അച്ഛനെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് അതിന്റെ ദൈവശാസ്ത്ര ദർശനത്തെ കുറിച്ച് പറയുവാനായിട്ട് അച്ഛനെ വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ചേർന്ന് വന്നിരിക്കുന്ന എല്ലാവരെയും, പ്രത്യേകിച്ച് സുനിലച്ഛൻ, നേതൃത്വം നൽകുന്ന ജിതിനച്ഛൻ, ഞങ്ങളുടെ യുവന പ്രസ്ഥാനത്തിന്റെ ബൗച്ചാന്, എല്ലാ യുവന പ്രസ്ഥാന അംഗങ്ങളും, പ്രത്യേകിച്ച് ഇടവകയിലെ ഇതിന് താല്പര്യത്തോടുകൂടി ചേർന്ന് വന്നിരിക്കുന്ന എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഇത്തരത്തിലുള്ള വിശ്വാസ പഠനം ആരംഭിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന് ഇത് ആഴമായി, ജീവിതത്തിന്റെ പ്രായോഗികമായ ജീവിതത്തിൽ ദൈവശാസ്ത്രത്തിൽ ദൈവിക ചിന്തയിൽ ജീവിക്കുവാൻ നമുക്ക് ഇടയാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ ഈ അനുഗ്രഹീതമായ ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞാൻ പറയുന്നത് കേൾക്കാമല്ലോ? കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ? ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വളരെയധികം സന്തോഷത്തോടും നിറഞ്ഞ മനസ്സോടും കൂടിയാണ് ഹൈമോന്യൂസോ കുടശനാട് ദേവാലയത്തിലെ യുവജന പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന, പള്ളിഭാഗ യുവജന പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഈ ഒരു വിശ്വാസ പഠന ക്ലാസ്സിൽ ആദ്യത്തെ ക്ലാസ് എടുക്കുവാനായിട്ട് ഇതിൽ നിങ്ങളോടൊപ്പം ആയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഒത്തിരിയധികം സന്തോഷമുണ്ട്. ബഹുമാനപ്പെട്ട വിമലച്ചൻ ഒരു സഹോദര തുല്യം എന്നെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ഒരു ശ്രേഷ്ഠനായിട്ടുള്ള ഒരു വൈദികനാണ്. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട ജിതിനച്ഛനും ഞാനും ഒക്കെ ഒരേ കാലഘട്ടത്തിൽ സെമിനാരിയിൽ പഠിച്ച ഒരു സ്നേഹബന്ധവും ആ ഒരു ആത്മബന്ധവും ഉണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു സന്തോഷത്തിന്റെ അനുഭവത്തിലാണ് ഇന്നേ ദിവസം ആയിരിക്കുന്നത്. നമുക്കറിയാം, പരിശുദ്ധ സഭയുടെ ഒരു ആരാധന കലണ്ടർ എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളോളം ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയുമായിട്ട്, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ജീവിത ജനനം മുതൽ ക്രിസ്തുവിന്റെ മരണം വരെയുള്ള കാര്യങ്ങളും അതിനുശേഷമുള്ള എല്ലാ കാര്യങ്ങളും അനുസ്മരിക്കുന്ന ഒരു സഭയാണ് നമ്മുടെ ഓർത്തഡോക്സ് സഭ എന്ന് പറയുന്നത്. എല്ലാ കാര്യങ്ങളുമായിട്ടും, ക്രിസ്തുവിന്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളുമായിട്ടും നമ്മൾ താതാത്മ്യപ്പെടുകയാണ്. ഇന്ന് നമ്മൾ തേജസ്കരണ പെരുന്നാൾ നാം കൊണ്ടാടി, അല്ലെങ്കിൽ മറുരൂപ പെരുന്നാൾ നാം കൊണ്ടാടി. അതിൽ കൂടി ക്രിസ്തുവിന്റെ ആ മറുരൂപ പെരുന്നാളിൽ നമ്മളും താതാത്മ്യപ്പെടുകയാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം, നമ്മളോളം ഈ ക്രിസ്തുവിന്റെ ജീവിതവുമായിട്ട് അടുത്ത് നിൽക്കുന്ന വേറെ ഒരു സഭാ വിഭാഗവും ഇല്ലെന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയുവാനായിട്ട് സാധിക്കും. ജനനം മുതൽ കുരിശു മരണം വരെയുള്ള കാര്യങ്ങളും പിന്നീട് ഉയർപ്പും സ്വർഗാരോഹണവും എല്ലാ കാര്യങ്ങളും, ക്രിസ്തുവിന്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളുമാണ് നമ്മൾ നമ്മുടെ ആരാധനയിലൂടെ, നമ്മുടെ ഓരോ ആരാധന വർഷത്തിലൂടെ നമ്മൾ കൊണ്ടാടുന്നത് അല്ലെങ്കിൽ അനുസ്മരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിനകത്ത് വലിയൊരു അഭിമാനം കൊണ്ടാടണം. ക്രിസ്തുവിന്റെ എല്ലാ കാര്യങ്ങളിലും, ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയിലെ എല്ലാ ശ്രേഷ്ഠമായിട്ടുള്ള കാര്യങ്ങളിലും ഞാനും നിങ്ങളും പങ്കാളികളാകുന്നുണ്ട്. ഇന്ന് നമ്മൾ അതിശ്രേഷ്ഠമായിട്ടുള്ള ഒരു പെരുന്നാളിലാണ് നാം പങ്കാളികളായത്. ഇതിനെപ്പറ്റി പരാമർശിച്ചിരിക്കുന്നത് നമുക്കെല്ലാം അറിയാവുന്നതുപോലെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ 3 സുവിശേഷങ്ങളിൽ ഈ മറുരൂപമലയിലെ തേജസ്കരണത്തെ പറ്റി കൃത്യമായിട്ട് പരാമർശിച്ചിട്ടുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിലും, അതോടൊപ്പം തന്നെ വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 2 മുതൽ 13 വരെയുള്ള വേദവാക്യങ്ങളിലും, വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 28 മുതൽ 36 വരെയുള്ള വേദഭാഗങ്ങളിലും ഇത് കൃത്യമായിട്ട് പരാമർശിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പെരുന്നാളിന്റെ പഴയ നിയമ പശ്ചാത്തലം ഒന്ന് എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ യഹൂദന്മാരുടെ പ്രധാന ഒരു പെരുന്നാളായിരുന്നു ഇതെന്ന് പറയുന്നത്, ഈ കൂടാര പെരുന്നാൾ എന്ന് പറയുന്നത്. അവർ ഇതിനെ ഫീസ്റ്റ് ഓഫ് ബൂത്ത് എന്നാണ് പറഞ്ഞു വന്നുകൊണ്ടിരുന്നത്. സൂക്കോത്ത്
അല്ലെങ്കിൽ ഫീസ്റ്റ് ഓഫ് ബൂത്ത് എന്നാണ് പറഞ്ഞു വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അവർ ഇത് ആഘോഷിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു? ഇസ്രയേൽ ജനം മരുഭൂമിയിൽ കൂടാരവാസികളായിട്ട് 40 വർഷത്തോളം അവർ മരുഭൂമിയിലായിരുന്നു. അപ്പോൾ ആ വേളയിൽ അവർ എന്ത് ചെയ്തു? അവർ കൂടാരമടിച്ച് മരുഭൂമിയിൽ പാർത്തതിന്റെ സ്മരണയ്ക്ക് വേണ്ടിയാണ് യഹൂദന്മാർ ഈ പെരുന്നാൾ ആഘോഷിച്ചു വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോഴും അവരുടെ ഒരു പാരമ്പര്യമൊക്കെ എടുത്താൽ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ വീടിന്റെ മട്ടുപ്പാവിൽ അവരെ കമ്പുകളും മറ്റു കുരുത്തോലുകളും ഒക്കെ ഉണ്ടാക്കി ഇതുപോലെ ഒരു കൂടാരം കെട്ടിയിട്ട് അവർ എന്ത് ചെയ്യും? അവർ അവരുടെ പഴയ കാലത്തെ അനുസ്മരിക്കും. അവരുടെ പുതിയ തലമുറയ്ക്ക് ഈ കാര്യങ്ങളെ പറ്റി പറഞ്ഞു കൊടുക്കും. മുൻകാലങ്ങളിൽ ഞങ്ങൾ ഇതുപോലെ മരുഭൂമിയിൽ കൂടാരമടിച്ച് പാർത്തിരുന്നു, ഇതുപോലെ കൂടാരമടിച്ച് പാർത്തിരുന്നു. അപ്പോൾ അതിന്റെ സ്മരണ എന്നോണം ഇന്നിന്റെ കാലഘട്ടത്തിലും അവർ അവരുടെ കുഞ്ഞു തലമുറയ്ക്ക് ഇതിനെപ്പറ്റി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്താണ്? അപ്പോൾ പഴയ നിയമ പശ്ചാത്തലം എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ യഹൂദന്മാരുടെ പശ്ചാത്തലം ഒന്ന് എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ, അവർ ഈ കൂടാര പെരുന്നാൾ ആഘോഷിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു? അവരുടെ പഴയ കാലത്തെ ഒരു സ്മരണയ്ക്ക് വേണ്ടിയായിരുന്നു. ഇസ്രയേൽ മക്കളുടെ മിസ്രൈമിൽ നിന്നുള്ള ആ പ്രയാണത്തിന്റെ ഭാഗമായിട്ട് അവർ മരുഭൂമിയിൽ പാർത്തതിന്റെ, കൂടാരമടിച്ച് പാർത്തതിന്റെ ഒരു സ്മരണ എന്നോണമാണ് അവർ ഈ കൂടാര പെരുന്നാൾ ആഘോഷിച്ചിരുന്നത്. അപ്പോൾ അവരെവിടെ ആയിരുന്നാൽ അവർ എന്ത് ചെയ്യുമായിരുന്നു? ആ കൂടാര പെരുന്നാളിന്റെ സമയത്ത് യെരുശലേം ദേവാലയത്തിൽ എത്തിച്ചേരുന്ന ഒരു പതിവ് അവർക്കുണ്ടായിരുന്നു. അപ്പോൾ വീണയും കിന്നരവും ഒക്കെ ആയിട്ട് ആഘോഷപൂർവ്വം അവർ യെരുശലേം ദേവാലയത്തിലേക്ക് കടന്നു പോകുന്ന ഒരു അനുഭവം ഈ കൂടാര പെരുന്നാളിന്റെ നാളുകളിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇടയ്ക്കൊരു സമയത്ത് ഇതൊന്നും നിന്നു പോയായിരുന്നു. ഇത് യോശുവയുടെ കാലം മുതൽ പ്രവാസത്തിൽ നിന്ന് മടങ്ങി വരുന്ന ആ സമയം വരെ എന്താണ്, ഇവർക്ക് ഈ കൂടാര പെരുന്നാൾ ഇല്ലായിരുന്നു. അത് നെഹമ്യ പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ കൃത്യമായിട്ട് പരാമർശിച്ചിട്ടുണ്ട്. നെഹമ്യ പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ കൃത്യമായിട്ട് പരാമർശിച്ചിട്ടുണ്ട്. ആ ഒരു കാലഘട്ടത്തിൽ, ആ പ്രവാസ കാലഘട്ടത്തിൽ അവർക്ക് കൂടാര പെരുന്നാൾ അവർക്ക് ആഘോഷിക്കുവാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ നമ്മളിപ്പോൾ ചിന്തിച്ചത് ഈ യഹൂദ പശ്ചാത്തലത്തിൽ കൂടാര പെരുന്നാൾ എന്തായിരുന്നു എന്നാണ്. അപ്പോൾ യഹൂദ പശ്ചാത്തലത്തിൽ കൂടാര പെരുന്നാൾ അവർ ആഘോഷിച്ചിരുന്നതിന്റെ ഒരു പൊരുളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇസ്രയേൽ ജനം മരുഭൂമിയിൽ കൂടാരമടിച്ച് പാർത്തതിന്റെ സ്മരണയ്ക്കായിട്ടാണ് അവർ എന്ത് ചെയ്തത്? അവർ കൂടാര പെരുന്നാൾ കൊണ്ടാടിയിരുന്നത്. ഇന്നും അതിന്റെ സ്മരണ എന്നോണം അവരുടെ യുവതലമുറയ്ക്ക്, അവരുടെ ഇളം തലമുറയ്ക്കും ഒക്കെ അവർ ഈ കാര്യങ്ങളെ പകർന്നു കൊടുക്കുക. എങ്ങനെയാണ്? അവരുടെ വീടിന്റെ മട്ടുപ്പാവിലും ഒക്കെ ഇതുപോലെ കൂടാരം ഉണ്ടാക്കി, കുരുത്തോലകളും കമ്പുകളും വെച്ച് ഇതുപോലെ കൂടാരം ഉണ്ടാക്കി തങ്ങളുടെ കഴിഞ്ഞ നാളുകളിലെ കാര്യങ്ങളെ പറ്റി ഇന്നത്തെ തലമുറയ്ക്ക് അവർ പറഞ്ഞു കൊടുക്കും. അതാണ് ഇതിന്റെ ഒരു പഴയ നിയമ പശ്ചാത്തലം എന്ന് പറയുന്നത്. അപ്പോൾ പുതിയ നിയമത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതെന്താണ്? ക്രിസ്തുവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. ക്രിസ്തുവിന്റെ തേജസ്കരണം അല്ലെങ്കിൽ മറുരൂപ പെരുന്നാളായിട്ടാണ് നമ്മൾ ഇത് കൊണ്ടാടുന്നത്. ഈ അടുത്ത കാലത്ത് ഞാൻ ഇതിനെ സംബന്ധിച്ചൊരു ലേഖനം വായിക്കുവാനായിട്ട് ഇടയുണ്ടായി. നമ്മൾ ഒരിക്കലും ഇതിനെ കൂടാര പെരുന്നാൾ എന്ന് പറയരുതെന്ന് M.O. ജോണച്ചനും T.J. ജോഷുവ അച്ഛനും ഇതിനെ സംബന്ധിച്ച് ഒരു ആർട്ടിക്കിൾ എഴുതിയതിനകത്ത് ഞാൻ വായിച്ചു. കാരണം കൂടാര പെരുന്നാൾ എന്ന് പറയുന്നത് യഹൂദന്മാരുടെ പെരുന്നാളാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത് തേജസ്കരണ പെരുന്നാൾ, നമ്മുടെ കർത്താവിന്റെ തേജസ്കരണ പെരുന്നാൾ അല്ലെങ്കിൽ മറുരൂപ പെരുന്നാൾ എന്നാണ് ഇതിനെ പറയേണ്ടത് എന്നാണ് ആ ലേഖനത്തിൽ പരാമർശിച്ചിരിക്കുന്നത്. കാരണം ഒരു കണക്കിന് അത് ശരിയാണ്. കാരണം നമ്മെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുവിന്റെ തേജസ്കരണമാണ് ഈ പെരുന്നാളിൽ പ്രധാനമായിട്ട് നമുക്ക് കാണുന്നത്. ഇത് പഴയ നിയമ പശ്ചാത്തലം എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? അവർ ഇസ്രയേൽ മക്കൾ മിസ്രൈമിൽ നിന്നുള്ള അവരുടെ മോചനവുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള പ്രയാണത്തിൽ കൂടാരമടിച്ച് പാർത്തതിന്റെ സ്മരണയ്ക്കായിട്ടാണ് ഇതിനെ കൂടാര പെരുന്നാൾ എന്ന് പറഞ്ഞു വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ പറയുമ്പോൾ ഇതിനെ മറുരൂപ പെരുന്നാൾ അല്ലെങ്കിൽ നമ്മുടെ കർത്താവിന്റെ തേജസ്കരണ പെരുന്നാൾ എന്ന് പറയണമെന്നാണ് പണ്ഡിതന്മാരും ചരിത്രകാരന്മാരും നമ്മുടെ സഭയിലെ ശ്രേഷ്ഠരായിട്ടുള്ള വ്യക്തികളും ഒക്കെ ഇതിനെപ്പറ്റി പരാമർശിച്ചിരിക്കുന്നത്. ഇനിയും നമുക്ക് പഴയ നിയമത്തിലെ ഒരു സംഭവമായിട്ട് ഇതിനെ ബന്ധപ്പെടുത്താം. ആദ്യം നമ്മൾ ചിന്തിച്ചത് എന്താണ്? ഇതിന്റെ പഴയ നിയമ പശ്ചാത്തലത്തെ പറ്റിയാണ്. നമ്മൾ കൂടാര പെരുന്നാളിന്റെ പഴയ നിയമ പശ്ചാത്തലത്തെ പറ്റിയാണ് നമ്മൾ ചിന്തിച്ചത്. ഇനിയും ഈ സംഭവത്തിന് ഒരു പഴയ നിയമ സംഭവമായിട്ട് നമുക്കൊന്ന് ബന്ധപ്പെട്ട് നോക്കാം. നമ്മുടെ കർത്താവിന്റെ തേജസ്കരണ പെരുന്നാളിലെ ഒരു പഴയ നിയമ സംഭവമായിട്ട് നമുക്ക് ബന്ധപ്പെടുത്തി നോക്കുവാനായിട്ട് സാധിക്കും. നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് പുറപ്പാട് പുസ്തകം 24-ാം അധ്യായത്തിലാണ്. പുറപ്പാട് പുസ്തകം 24-ാം അധ്യായത്തിലാണ് ആ സംഭവം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ആ സംഭവം എന്ന് പറയുന്നത് നമുക്കെല്ലാം സുപരിചിതമായിട്ടുള്ള ഒരു സംഭവമാണ്. മോശ സീനായ് മലയിൽ നിന്നും കൽപ്പനകൾ മേടിച്ചുകൊണ്ട് വരുന്നതാണ്.
ആ സംഭവം എന്ന് പറയുന്നത്. അതിനെ നമുക്ക് ഈ സംഭവമായിട്ടൊന്ന് ബന്ധപ്പെടുത്തി ചിന്തിക്കുവാനായിട്ട് സാധിക്കും. കാരണം ഏതാണ്ട് ഒത്തിരിയേറെ സമാനതകൾ ഈ രണ്ട് വിഷയങ്ങൾക്കും തമ്മിലുണ്ട്. ഒത്തിരിയേറെ സമാനതകൾ ഈ രണ്ട് വിഷയങ്ങൾക്കുമുണ്ട്. നമ്മുടെ കർത്താവ് താബോർ മലയിലേക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് പോകുമ്പോൾ നമ്മുടെ കർത്താവിനോടൊപ്പം 3 പേരുണ്ടായിരുന്നു. തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് കർത്താവ് ആ മലയിലേക്ക് പോയത്. അപ്പോൾ ഈ പുറപ്പാട് പുസ്തകം 24-ാം അധ്യായം അതിന്റെ 1-ാം വാക്യത്തിൽ തന്നെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മോശയും അഹറോനും നാദാബും അതോടൊപ്പം തന്നെ 70 ശ്രേഷ്ഠന്മാരും എല്ലാം കൂടിയാണ് ഇവിടേക്ക് പോയത്. ആ സീനായ് മലയിലേക്ക് കർത്താവിന്റെ കൽപ്പനകളെ സ്വീകരിക്കുവാനായിട്ട് അവർ സീനായ് മലയിലേക്ക് പോയത്. ഇങ്ങനെ ഓരോ ഭാഗം ഇങ്ങനെ വായിച്ചു വരുമ്പോൾ ആ 24-ാം അധ്യായം പൂർണ്ണമായിട്ട് നമ്മളൊന്ന് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അനേകം ബന്ധങ്ങൾ ഈ സംഭവമായിട്ടുണ്ട്. ഇവിടെ എന്താണ് 24-ാം അധ്യായത്തിൽ, പുറപ്പാട് പുസ്തകം 24-ാം അധ്യായത്തിൽ അവിടെ ഒരു മേഘം വരുന്നുണ്ട്, മേഘം വന്ന് മൂടുന്നുണ്ട് ഇവരെ. അതോടൊപ്പം തന്നെ കർത്താവ് യഹോവയാം ദൈവം അവിടെ സംസാരിക്കുന്നുണ്ട്. അതെല്ലാം തന്നെ ഇവിടെ സംഭവിക്കുന്നുണ്ട്. താബോർ മലയുടെ അനുഭവത്തിലും ആ അനുഭവങ്ങളെല്ലാം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ വിഷയങ്ങൾ തമ്മിൽ അനേകമായിട്ടുള്ള സാമ്യങ്ങളും ബന്ധങ്ങളും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ പഴയ നിയമത്തിൽ, അതായത് പുറപ്പാട് പുസ്തകം 24-ാം അധ്യായം എടുത്ത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അവിടെ സീനായ് മലയിൽ ചെന്ന് മോശ കൽപ്പനകൾ സ്വീകരിക്കുവാനായിട്ട് പോകുമ്പോൾ അനേക സംഭവങ്ങൾ അവിടെ ഉണ്ടാകുന്നുണ്ട്. മേഘം വന്ന് മൂടുന്നുണ്ട്, യഹോവയാം ദൈവം മോശയോട് സംസാരിക്കുന്നുണ്ട്. ഇതേ പ്രതിഭാസങ്ങൾ തന്നെ നമുക്ക് എവിടെയും കാണുവാനായിട്ട് സാധിക്കും. താബോർ മലയിലെ ആ തേജസ്കരണ വേളയിലും കാണുവാനായിട്ട് സാധിക്കും. ഇതെല്ലാം നമ്മോട് സംവദിക്കുന്ന ശ്രേഷ്ഠമായിട്ടുള്ള ഒരു സന്ദേശമുണ്ട്. ക്രിസ്തു സാക്ഷാൽ ദൈവത്തിന്റെ പുത്രനാണ്. അപ്പോൾ ഇതിന്റെ ഏറ്റവും വലിയ ദൈവശാസ്ത്രം എന്ന് പറയുന്നത്, ഈ തേജസ്കരണ പെരുന്നാളിന്റെ ഏറ്റവും വലിയ ദൈവശാസ്ത്രം എന്ന് പറയുന്നത് അത് തന്നെയാണ്. ക്രിസ്തു സാക്ഷാൽ ദൈവത്തിന്റെ പുത്രനാണ്. കാരണം ഇതിന്റെ അവസാനം പറയുന്നുണ്ടല്ലോ, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പീൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ക്രിസ്തു സാക്ഷാൽ ദൈവത്തിന്റെ പുത്രനാണെന്നാണ് ഈ തേജസ്കരണ പെരുന്നാളിന്റെ ഏറ്റവും വലിയ വേദശാസ്ത്രം എന്ന് പറയുന്നത്. ദി സൺ ഓഫ് ഗോഡ്, അത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ വേദശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ പഴയ നിയമത്തിലെ ഈ സംഭവം പുറപ്പാട് പുസ്തകം 24-ാം അധ്യായം എടുത്ത് പരിശോധിച്ചു നോക്കിക്കഴിഞ്ഞാൽ സീനായ് മലയിൽ മോശയ്ക്ക് കൽപ്പനകൾ ലഭിച്ചപ്പോൾ ഉണ്ടായ അനേക സംഭവങ്ങൾ ഇവിടെയും നടക്കുന്നുണ്ട്. അവിടെയും എന്താണ്? യഹോവയാം ദൈവം സംസാരിച്ചു. ഇവിടെയും എന്താണ് സംഭവിക്കുന്നത്? പിതാവാം ദൈവം സംസാരിക്കുന്നുണ്ട്. ഇവൻ എന്റെ പ്രിയപുത്രനാണ്, ഇവന് ചെവി കൊടുപ്പീൻ എന്നുള്ള ശ്രേഷ്ഠമായിട്ടുള്ള ഒരു സ്വരമാണ് സ്വർഗത്തിൽ നിന്ന് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മുടെ ഹൃദയ ഭിത്തിയിൽ എഴുതിയിടേണ്ട ഒരു കാര്യം, ഈ മറുരൂപ പെരുന്നാളിന്റെ, തേജസ്കരണ പെരുന്നാളിന്റെ ഏറ്റവും വലിയ ദൈവശാസ്ത്രം എന്ന് പറയുന്നത് ക്രിസ്തു സാക്ഷാൽ ദൈവത്തിന്റെ പുത്രനാണെന്നുള്ള ഒരു വെളിപ്പെടൽ വീണ്ടും അവിടെ ഉണ്ടാകുകയാണ്. കർത്താവിന്റെ മാമോദീസ വേളയിലും ഈ ഒരു അരുളപ്പാടുണ്ടാകുന്നുണ്ട്, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അപ്പോൾ അതാണ് ഇതിന്റെ ഏറ്റവും വലിയ, ഈ തേജസ്കരണ പെരുന്നാളിന്റെ ഏറ്റവും വലിയൊരു വേദശാസ്ത്രം അല്ലെങ്കിൽ തിയോളജി എന്ന് പറയുന്നത് അത് തന്നെയാണ്. അപ്പോൾ നമുക്ക് അതിലേക്കൊന്ന് കടന്നു വരാം, ആ ഒരു വേദശാസ്ത്രത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമ്മൾ ചിന്തിച്ചത്, ഒന്നാമതായിട്ട് നാം ചിന്തിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഹൂദന്മാർ എന്തിനാണ് കൂടാര പെരുന്നാൾ കൊണ്ടാടുന്നത്, അതിനെപ്പറ്റി നമ്മൾ അല്പസമയം ഒന്ന് ചിന്തിക്കുകയുണ്ടായി. അതിനുശേഷം പഴയ നിയമത്തിൽ നടന്ന ഒരു സംഭവത്തിന് ഇതുമായിട്ട് വളരെയധികം സാമ്യങ്ങളുണ്ട്. നിങ്ങൾ പിന്നീട് എപ്പോഴെങ്കിലും ആ പുറപ്പാട് പുസ്തകം 24-ാം അധ്യായം എടുത്തൊന്ന് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അനേകം സാമ്യം ഈ മോശ സീനായ് മലയിൽ നിന്നും കൽപ്പനകൾ മേടിച്ചുകൊണ്ട് വരുന്നതും ഈ താബോർ മലയിലെ നമ്മുടെ കർത്താവിന്റെ തേജസ്കരണവുമായിട്ട് അനേകം സാമ്യങ്ങൾ നമുക്ക് ദർശിക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ആദ്യമേ ചിന്തിച്ചു. ഇനി നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത് ഇതിനകത്തിലെ വേദശാസ്ത്രത്തെ പറ്റിയാണ്. അതിനകത്തിൽ ആദ്യമേ തന്നെ ഞാൻ സൂചിപ്പിച്ചല്ലോ, ഇതിലെ ഏറ്റവും വലിയ വേദശാസ്ത്രം എന്ന് പറയുന്നത് എന്താണ്? ക്രിസ്തു സാക്ഷാൽ ദൈവപുത്രനാണെന്നുള്ളതാണ് ഇതിനകത്തിലെ ഏറ്റവും വലിയ വേദശാസ്ത്രം എന്ന് പറയുന്നത്. അത് പിതാവാം ദൈവം തന്നെ പറയുകയാണ്, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പീൻ എന്നുള്ള ശ്രേഷ്ഠമായിട്ടുള്ള ഒരു അനുഭവമാണ് സ്വർഗത്തിൽ നിന്ന് കേൾക്കുവാനായിട്ട് സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ സഭയുടെ വിശ്വാസം എന്താണ്? ഒരിക്കൽ പത്രോസിനോട് പറയുന്നുണ്ട്, പത്രോസേ, നീ പാറയാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾക്ക് ഇതിനെ തകർക്കുവാനായിട്ട് സാധിക്കുകയില്ല. പിന്നെന്തുവാ? നിങ്ങൾ സ്വർഗത്തിൽ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും. ആ ഒരു ശ്രേഷ്ഠമായിട്ടുള്ള അധികാരം കർത്താവ്
ശിഷ്യരിൽ പ്രമുഖനായ പത്രോസ് ശ്ലീഹായ്ക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ സംഭവത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നതാണ് സഭയുടെ വിശ്വാസം എന്താണ്. സഭയുടെ വിശ്വാസം എന്ന് പറയുന്നത് എന്താണ്? ക്രിസ്തു സാക്ഷാൽ ദൈവത്തിന്റെ പുത്രനാണ്. അവിടെ പത്രോസ് ആ വിശ്വാസം ഏറ്റുപറയുന്നുണ്ട്. നീ സാക്ഷാൽ ദൈവപുത്രനാണ്. അപ്പോൾ ആ വിശ്വാസമാണ് പരിശുദ്ധ സഭയുടെ വിശ്വാസം എന്ന് പറയുന്നത്. ക്രിസ്തു സാക്ഷാൽ ദൈവപുത്രനാണ്. ആ വിശ്വാസം ഇന്നത്തെ പെരുന്നാളിലൂടെ ഒന്നുകൂടി വെളിപ്പെട്ടു വന്നിരിക്കുകയാണ്. പിതാവാം ദൈവം അതൊന്നുകൂടി ഊട്ടി ഉറപ്പിച്ചു പറയുകയാണ്, ഇവൻ എന്റെ പ്രിയപുത്രനാകുന്നു, ഇവന് ചെവി കൊടുപ്പീനെന്ന്. അപ്പോൾ സഭയുടെ വിശ്വാസം എന്ന് പറയുന്നത് എന്താണ്? ക്രിസ്തു സാക്ഷാൽ ദൈവത്തിന്റെ പുത്രനാണ്. അപ്പോൾ സഭയ്ക്ക് കൊടുത്തിരിക്കുന്ന അധികാരം എന്താണ്? ആ സംഭവമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിച്ചു കഴിഞ്ഞാൽ സഭയ്ക്ക് കൊടുത്തിരിക്കുന്ന അധികാരം എന്താണ്? നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും. അതോടൊപ്പം തന്നെ സഭയ്ക്ക് കൊടുത്തിരിക്കുന്ന ഒരു വാഗ്ദാനമുണ്ട്. എന്താണത്? പാതാള ഗോപുരങ്ങൾക്ക് ഇതിനെ തകർക്കുവാനായിട്ട് സാധിക്കുകയില്ല. പാതാള ഗോപുരങ്ങൾക്ക് ഇതിനെ തകർക്കുവാനായിട്ട് സാധിക്കുകയില്ലെന്നുള്ള ശ്രേഷ്ഠമായിട്ടുള്ള ഒരു വാഗ്ദാനവും പരിശുദ്ധ സഭയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ചിന്തിക്കുവാനായിട്ട് പോകുന്നത് ക്രിസ്തു സാക്ഷാൽ ദൈവത്തിന്റെ പുത്രനാണെന്ന് പിതാവാം ദൈവം തന്നെ ഒന്നുകൂടി പറയുകയാണ്. ഇപ്പോൾ ഈ ലൂക്കോസിന്റെ സുവിശേഷം ഒന്നെടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 28 മുതൽ 36 വരെയുള്ള വാക്യങ്ങളിലാണ് ഇതിനെപ്പറ്റി പരാമർശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനു മുമ്പുള്ള ഭാഗങ്ങളൊക്കെ ഒന്നെടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കർത്താവ് ചോദിക്കുന്നുണ്ട്, ഞാൻ ആരാകുന്നുവെന്ന് ജനം പറയുന്നു. അതോടൊപ്പം തന്നെ ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, നിങ്ങൾ ആരാണ് എന്നാണ് ഞാൻ പറയുന്നത്, അല്ല എന്നെക്കുറിച്ച് നിങ്ങൾ എന്താണ് പറയുന്നതെന്ന് ശിഷ്യന്മാരോടും ചോദിക്കുന്നുണ്ട്. നമ്മുടെ കർത്താവ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ പല ഉത്തരങ്ങൾ പറയുന്നുണ്ട്. അതിനോട് ചേർത്ത് വെച്ച് തന്നെ അവർ പറയുകയാണ്, ജനങ്ങൾ പറയുന്നുണ്ട്, അങ്ങ് പ്രവാചകനാണ്, ഏലിയായാണ്, അതോടൊപ്പം തന്നെ മോശയാണ്, സ്നാപക യോഹന്നാനാണ്, അങ്ങനെ പല പല കാര്യങ്ങളും അത് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ പിന്നീട് ക്രിസ്തു പറയുന്ന ഒരു കാര്യമുണ്ട്. ക്രിസ്തു പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ രൂപാന്തരം വഴി നിങ്ങൾക്ക് ഞാൻ ആരാണെന്ന് വെളിപ്പെടുത്തി തരാൻ പോവുകയാണ്. രൂപാന്തരം വഴി ഞാൻ ആരാണെന്ന് വെളിപ്പെടുത്തി തരാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ക്രിസ്തു തന്റെ പീഡാസഹനത്തെ പറ്റിയുള്ള പ്രവചനം നൽകുന്നു. അതിനുശേഷം ജനത്തോട് ചോദിക്കുന്നു, തന്റെ ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, ജനം എന്നെക്കുറിച്ച് ആരാണ് പറയുന്നതെന്ന്, എന്താണ് പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഉടനെ അവർ പല ഉത്തരം പറയുന്നുണ്ട്. അതിനുശേഷം ക്രിസ്തു ചെയ്യുന്ന അടുത്ത കാര്യമായിട്ടാണ് നമുക്ക് ദർശിക്കുവാനായിട്ട് സാധിക്കുന്നത്. എന്താണ്? ക്രിസ്തു മറുരൂപമലയിൽ തേജസ്കരണം നടത്തുകയാണ്. എന്തിനു വേണ്ടിയാണ്? ഞാൻ സാക്ഷാൽ ദൈവത്തിന്റെ പുത്രനാണെന്ന് ഇവരെ കുറച്ചുകൂടി ഒന്ന് വെളിപ്പെടുത്തി കാണിച്ചു കൊടുക്കുവാൻ വേണ്ടിയാണ് ക്രിസ്തു ഈ സംഭവത്തിന് ശേഷം തേജസ്കരണത്തിലേക്ക് പോകുന്നത്. ഈ സംഭവത്തിന് ശേഷം പത്രോസ് ശ്ലീഹ പറയുന്നുണ്ട്. എന്താണ് പറയുന്നുണ്ട്? നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാണെന്ന് ക്രിസ്തുവിനോട് പത്രോസ് ശ്ലീഹ വലിയ വിശ്വാസപൂർവ്വം പറയുന്നുണ്ട്. അതിനുശേഷം പിന്നീട് എന്താണ് സംഭവിക്കുന്നത്? തന്റെ പീഡാസഹനത്തെ കുറിച്ച് പറയുമ്പോൾ പത്രോസ് ശ്ലീഹ പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? അയ്യോ, നിനക്ക് ഇങ്ങനെ സംഭവിക്കരുതേ എന്ന് പത്രോസ് ശ്ലീഹ പറയുന്നുണ്ട്. ഉടനെ കർത്താവ് എന്താണ് പറയുന്നത്? സാത്താനെ പോവുക എന്ന് പറഞ്ഞുകൊണ്ട് പത്രോസ് ശ്ലീഹയുടെ കാര്യങ്ങളെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ പത്രോസ് ശ്ലീഹായിലും ശിഷ്യന്മാരിലും കൂടുതൽ വിശ്വാസം ഉളവാക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ താൻ ആരാണെന്ന് ഒന്നുകൂടി അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്? കർത്താവ് തേജസ്കരണത്തിന്റെ ആ മറുരൂപമലയിലെ ആ പ്രത്യേക അനുഭവത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഇവിടെ ശിഷ്യന്മാരോടും കർത്താവ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്നെപ്പറ്റി എന്തു പറയുന്നുവെന്ന്. അപ്പോൾ അവർ പല ഉത്തരം പറയുന്നുണ്ട്. അതിനുശേഷം പത്രോസ് ശ്ലീഹ കൃത്യമായിട്ട് പറയുന്നു, നീ സാക്ഷാൽ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാണെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. പിന്നീട് എന്താണ് സംഭവിക്കുന്നത്? പത്രോസ് ശ്ലീഹ പോലും പറയുന്നുണ്ട്, തനിക്ക് ക്രിസ്തുവിന് ഈ പീഡാമരണം നടക്കരുതേ എന്ന് പറയുന്നുണ്ട്. അതിനുശേഷമാണ് ക്രിസ്തു എന്ത് ചെയ്യുന്നത്? താൻ സാക്ഷാൽ ദൈവത്തിന്റെ പുത്രനാണെന്നും തന്റെ തേജസ്കരണം തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർക്ക് ക്രിസ്തു കാട്ടിക്കൊടുക്കുകയാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം, ഇതിനകത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയൊരു വേദശാസ്ത്രം അല്ലെങ്കിൽ തിയോളജി എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ക്രിസ്തു സാക്ഷാൽ ദൈവത്തിന്റെ പുത്രനാണെന്ന് തന്റെ ശിഷ്യന്മാർക്ക്, തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർക്ക് ക്രിസ്തു ഒന്നുകൂടി വെളിപ്പെടുത്തി കൊടുക്കുകയാണ് ഈ സംഭവത്തിൽ കൂടി നടക്കുന്നത്. അപ്പോൾ ക്രിസ്തു മലയിലേക്ക് പോകുന്നു, തേജസ്കരണം ഉണ്ടാകുന്നു, അവിടെ വെച്ച് സ്വർഗത്തിൽ നിന്ന് അരുളപ്പാടുണ്ടാകുന്നു, ഇവൻ എന്റെ പ്രിയപുത്രനാകുന്നു, ഇവനെ ചെവി കൊടുപ്പീനെന്ന്. അപ്പോൾ ഒന്നാമതായിട്ട് ശിഷ്യന്മാരിൽ ഒന്നുകൂടി ആ സാക്ഷ്യപ്പെടുത്തൽ അനിവാര്യമായിട്ട് വന്നപ്പോൾ അവർക്ക് ക്രിസ്തു വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ഞാൻ സാക്ഷാൽ ദൈവത്തിന്റെ പുത്രനാണെന്ന് ക്രിസ്തു കൃത്യമായിട്ട് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്.
ഇനി അതോട് ചേർന്ന് തന്നെ എന്താണ് സംഭവിക്കുന്നത്? ക്രിസ്തുവിന്റെ ഒരു മഹത്വീകരണവും സംഭവിക്കുന്നുണ്ട്. ഗ്ലോറിഫിക്കേഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റും സംഭവിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മരണമുണ്ടാകും. ക്രിസ്തു പറയുകയാണ്, തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരോട് തന്റെ പീഡാമരണത്തെ പറ്റി കൃത്യമായിട്ട് പറയുന്നുണ്ട്. പക്ഷെ മരണം ഉണ്ടായിക്കഴിഞ്ഞാലും പിന്നീട് എന്താണ് സംഭവിക്കുന്നത്? തനിക്കൊരു ഒരു മഹത്വത്തിന്റെ അനുഭവം ഉണ്ടാകുമെന്ന് കൃത്യമായിട്ട് ക്രിസ്തു ഈ സംഭവത്തിൽ കൂടി കാണിച്ചു കൊടുക്കുകയാണ്. ശിഷ്യന്മാരോട് പറയുകയാണ്, എനിക്ക് കുരിശുമരണം ഉണ്ടായേക്കാം, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം? ചുറ്റുമുള്ളവരെ ബലപ്പെടുത്തണം. എനിക്കൊരു മഹത്വീകരണത്തിന്റെ അനുഭവം ഉണ്ടെന്ന് ചുറ്റുമുള്ളവരെ ബലപ്പെടുത്തുവാൻ വേണ്ടി തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരോട് ഈ സംഭവത്തിൽ കൂടി ക്രിസ്തു ആഹ്വാനം ചെയ്യുന്നതായിട്ടും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിനകത്തിലെ രണ്ട് കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ പ്രധാനമായിട്ട് ചിന്തിച്ചത്. ഇവർക്ക് ഒരു ആശയക്കുഴപ്പം ഉണ്ടാകുന്നു. എങ്കിലും പത്രോസ്ലീഹ കൃത്യമായിട്ട് പറയുന്നു, നീ സാക്ഷാൽ ദൈവത്തിന്റെ പുത്രനാണെന്ന്. അതിനുശേഷം പത്രോസ്ലീഹ തന്നെ പറയുന്നുണ്ട്, അങ്ങേക്ക് പീഡാമരണം ഉണ്ടാകരുത് എന്ന്. അപ്പോൾ അതിനുശേഷം ക്രിസ്തു എന്തിലേക്കാണ് പോകുന്നത്? ക്രിസ്തു തേജസ്കരണത്തിലേക്കാണ് പോകുന്നത്. ആ തേജസ്കരണത്തിൽ കൂടെ ഇവർക്ക് കാണിച്ചു കൊടുക്കണം, ഞാൻ സാക്ഷാൽ ദൈവത്തിന്റെ പുത്രനാണെന്ന് ഇവർക്ക് കാട്ടിക്കൊടുക്കുവാൻ വേണ്ടി ക്രിസ്തു ഈ സംഭവത്തെ വിനിയോഗിക്കുകയാണ്. അതിൽ കൂടി ക്രിസ്തു പറയുകയാണ്, സർവരോടും പറയുകയാണ്, ഞാൻ സാക്ഷാൽ ദൈവത്തിന്റെ പുത്രനാണെന്നുള്ള ഒരു സന്ദേശം ക്രിസ്തു ഇതിൽ കൂടി നൽകുന്നുണ്ട്. ഇനി രണ്ടാമതായിട്ട് ഒരു മഹത്വീകരണത്തിന്റെ അനുഭവമുണ്ട്. കാരണം മരണമുണ്ടാകും, തനിക്കൊരു മരണമുണ്ടാകുമെന്ന് ശിഷ്യന്മാരെ ബോധ്യപ്പെടുത്തുകയാണ്. എന്നിട്ട് അവരോട് പറയുകയാണ്, ഈ മരണം ഉണ്ടായാൽ ഒരു മഹത്വീകരണത്തിന്റെ അനുഭവം എന്റെ ജീവിതത്തിൽ ഉണ്ടാകും. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരികയാണ്. അപ്പോൾ എന്റെ കുരിശു മരണത്തിൽ നിങ്ങൾ ഇത് ഓർക്കണം, നിങ്ങൾ സർവരെയും ചേർത്ത് നിർത്തി ബലപ്പെടുത്തണമെന്നുള്ള ഒരു അനുഭവത്തിൽ കൂടിയാണ് ക്രിസ്തു ഈ കാര്യവും അവരെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ ഇനിയും നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ഈ രൂപാന്തരീകരണത്തിന്റെ ഒരു അനുഭവം ഉണ്ടാകേണ്ടതെന്ന് നമുക്ക് ഈ സമയം ഒന്ന് ചിന്തിക്കണം. അപ്പോൾ ക്രിസ്തു എന്തിനാണ് ഈ മലയിലേക്ക് കയറിപ്പോയത്? പ്രാർത്ഥിക്കുവാനായിട്ടാണ് കയറിപ്പോയത്. അപ്പോൾ പ്രാർത്ഥിക്കുവാൻ പോയി കഴിഞ്ഞാൽ പിന്നീട് എന്താണ് സംഭവിക്കുന്നത്? കൃത്യമായിട്ട് എന്ത് സംഭവിക്കും? ഒരു രൂപാന്തരത്തിന്റെ അനുഭവം ഉണ്ടാകും. ഒരു രൂപാന്തരത്തിന്റെ അനുഭവം ഉണ്ടാകുമെന്ന് ക്രിസ്തു ഈ സംഭവത്തിൽ കൂടി വ്യക്തമായിട്ട് നമുക്ക് കാട്ടിത്തരികയാണ്. പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനിൽ എന്തുണ്ടാകും? ഒരു രൂപാന്തരത്തിന്റെ അനുഭവം ഉണ്ടാകുമെന്ന് ക്രിസ്തു വളരെ വ്യക്തമായിട്ട് ഈ സംഭവത്തിൽ കൂടി കാട്ടിത്തരികയാണ്. രണ്ട് മൂന്ന് തലങ്ങളെപ്പറ്റി നമുക്ക് ഇതിനോട് ചേർത്ത് വെച്ച് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ക്രിസ്തുവും തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരും മലയിലേക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഒന്നാമതായിട്ട് 29-ാം അധ്യായം എന്നെടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ 29-ാം അധ്യായം വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 29-ാം വാക്യം ഒന്നെടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് ദർശിക്കുവാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. ക്രിസ്തുവിന്റെ മുഖവും ഉടുപ്പും എല്ലാം എന്തുള്ളതായിട്ട് തീർന്നു? പ്രകാശമുള്ളതായിട്ട് തീർന്നു എന്ന് അവിടെ നമുക്ക് ദർശിക്കുവാനായിട്ട് സാധിക്കും. ഒരു ലൂമിനസ് ബോഡി കോൺഷ്യസ്, ഒരു ശരീരത്തിന്റെ പ്രകാശബോധം അവിടെ സംഭവിക്കുകയാണ്. അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. മോശയും ഏലിയാവും ഒക്കെ അവിടെ സന്നിഹിതരായിട്ടുണ്ട്. മോശ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഒരു പ്രതീകമാണ്. അതോടൊപ്പം തന്നെ ഏലിയാവ് എന്ന് പറയുന്നത് പ്രവാചക ശ്രേണിയിലുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ പുതിയ നിയമത്തെ ആസ്വദിക്കാൻ വേണ്ടി ക്രിസ്തുവും അവിടെ സന്നിഹിതനായിട്ടുണ്ട്. ക്രിസ്തു പ്രാർത്ഥിക്കുവാനായിട്ട് പോകുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ഒരു രൂപാന്തരത്തിന്റെ അനുഭവം ഉണ്ടാകുന്നത്. അപ്പോൾ ഞാനും നീയും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മുടെ ജീവിതത്തിലും ഈ ഒരു അനുഭവം ഉണ്ടാകുമെന്ന് കൃത്യമായിട്ട് ഈ സംഭവം നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. ഒന്നാമതായിട്ട് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 29-ാം വാക്യത്തിൽ കൃത്യമായിട്ട് നാം വായിക്കുന്നുണ്ട്, ക്രിസ്തുവിന്റെ ശരീരം പ്രകാശമുള്ളതായിട്ട് തീർന്നു. ക്രിസ്തുവിന്റെ ശരീരം എന്തുള്ളതായിട്ട് തീർന്നു? പ്രകാശമുള്ളതായിട്ട് തീർന്നു. അപ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ ശരീരം എന്ന് പറയുന്നത് എന്തുള്ളതായിട്ട് തീരും? പ്രകാശമുള്ളതായിട്ട് തീരുമെന്ന് ഈ സംഭവം കൃത്യമായിട്ട് നമുക്ക് കാട്ടിത്തരികയാണ്. ഞാനും നീയും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എൻ്റെ ശരീരവും ജീവിതവും എന്തുള്ളതായിട്ട് തീരും? പ്രകാശമുള്ളതായിട്ട് തീരും. പ്രാർത്ഥിക്കുന്നവൻ പ്രകാശമായിട്ട് മാറും. ഒന്ന് ചിന്തിച്ചു നോക്കണം. ഈ മറുരൂപ പെരുന്നാളിൽ നാം ഒന്ന് ചിന്തിച്ചു നോക്കണം. എനിക്കും നിങ്ങൾക്കും പ്രകാശമായിട്ട് തീരുവാൻ സാധിക്കുന്നുണ്ടോ? എനിക്കും നിങ്ങൾക്കും പ്രകാശമായിട്ട് തീരുവാൻ സാധിക്കുന്നുണ്ടോ? ക്രിസ്തുവിന്റെ ശരീരം എന്തുള്ളതായിട്ട് തീർന്നു? പ്രകാശമുള്ളതായിട്ട് തീർന്നത് പോലെ എനിക്കും നിങ്ങൾക്കും പ്രകാശമുള്ളതായിട്ട് തീരുവാൻ സാധിക്കുന്നുണ്ടോ എന്ന് കൃത്യമായിട്ട് ഞാനും നിങ്ങളും ഒന്ന് ചിന്തിച്ചു നോക്കണം. പ്രാർത്ഥനയിലൂടെ ജ്വലിക്കുന്ന ഒരു അനുഭവം
എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലുണ്ടോ? പറയുടെ കീഴിൽ വിളക്ക് വെച്ചിരിക്കുന്ന ഒരു അനുഭവമാണോ, അതോ പ്രകാശിക്കുന്ന ഒരു അനുഭവമാണോ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉള്ളതെന്ന് ഞാനും നിങ്ങളും ഒന്ന് ചിന്തിച്ചു നോക്കണം. അപ്പോൾ ക്രിസ്തു ഈ തേജസ്കരണത്തിൽ കൂടി നമുക്ക് ഒന്നാമതായിട്ട് കാട്ടിത്തരുന്ന ഒരു ശ്രേഷ്ഠമായിട്ടുള്ള ഒരു സന്ദേശം എന്ന് പറയുന്നത് എന്താണ്? പ്രകാശമുള്ളതായിട്ട് തീരുക. ഞാനും നീയും പ്രകാശമുള്ളതായിട്ട് തീരുക. നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, ക്രിസ്തു പ്രാർത്ഥിക്കുവാനായിട്ടാണ് ഈ മലയിലേക്ക് കയറി പോകുന്നത്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ശരീരം പ്രകാശമുള്ളതായിട്ട് തീരുമെന്ന് കൃത്യമായിട്ട് ഈ സംഭവം നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. ഇനി രണ്ടാമതായിട്ട് ഈ സംഭവം നമ്മളെ ഉദ്ബോധിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, പ്രാർത്ഥനയിൽ കൂടി തന്റെ നിയോഗം എന്താണെന്ന്, അല്ലെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും നിയോഗം എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് വെളിപ്പെട്ട് കിട്ടും. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 31-ാം വാക്യത്തിൽ നാം കൃത്യമായിട്ട് വായിക്കുന്നുണ്ട്. അവരെന്തിനെ പറ്റിയാണ് സംസാരിക്കുന്നത്? മോശയും ഏലിയാവും ക്രിസ്തുവും എന്തിനെ പറ്റിയാണ് സംസാരിക്കുന്നത്? ജെറുസലേമിൽ സംഭവിക്കുവാനിരിക്കുന്ന നിര്യാണത്തെ പറ്റിയാണ് അവർ സംസാരിക്കുന്നത്. അവർ ജെറുസലേമിൽ സംഭവിക്കുവാനിരിക്കുന്ന ക്രിസ്തുവിന്റെ നിര്യാണത്തെ പറ്റിയാണ് അവർ കൃത്യമായിട്ട് അവിടെ സംസാരിച്ചു കൊണ്ടിരുന്നത്. അപ്പോൾ ഇത് നമുക്ക് കാട്ടിത്തരുന്ന വലിയൊരു ദർശനമുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നിയോഗം എന്തിൽ കൂടി വെളിപ്പെട്ട് കിട്ടും? പ്രാർത്ഥനയിൽ കൂടി വെളിപ്പെട്ട് കിട്ടുമെന്നുള്ള ശ്രേഷ്ഠമായിട്ടുള്ള ഒരു സന്ദേശമാണ് ഇത് നമ്മോട് സംവദിക്കുന്നത്. ഞാനും നീയും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നിയോഗം എന്താണെന്ന് പ്രാർത്ഥനയിൽ കൂടി വെളിപ്പെട്ട് കിട്ടും. ക്രിസ്തുവിന്റെ പരമമായ ധർമ്മം എന്തായിരുന്നു? പാപികളായ നമുക്ക് വേണ്ടി കുരിശുമരണം ഏൽക്കുക എന്നുള്ളതായിരുന്നു ക്രിസ്തുവിന്റെ പരമമായിട്ടുള്ള ധർമ്മം എന്ന് പറയുന്നത്. ഇവർ മൂന്ന് പേരും സംസാരിച്ചത് അതിനെപ്പറ്റിയായിരുന്നു. നിയമത്തിന്റെ പ്രതീകമായ മോശ സംസാരിച്ചത് എന്തിനെ പറ്റിയായിരുന്നു? അതോടൊപ്പം തന്നെ ഏലിയാവ് സംസാരിച്ച എന്തിനെ പറ്റിയായിരുന്നു? ക്രിസ്തുവും സംസാരിച്ച എന്തിനെ പറ്റിയായിരുന്നു? ഇവർ 3 പേര് സംസാരിച്ചത് ക്രിസ്തുവിന്റെ ജെറുസലേമിൽ സംഭവിക്കുവാനിരിക്കുന്ന നിര്യാണത്തെ പറ്റിയാണ് സംസാരിച്ചത്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രഥമമായ കർത്തവ്യം എന്താണ്? നമ്മുടെ ധർമ്മം എന്താണ്? നമ്മുടെ നിയോഗം എന്താണെന്ന് നമുക്ക് അതിൽ കൂടി വെളിപ്പെട്ട് കിട്ടും. എന്റെ ജീവിതം കൊണ്ട് എന്താണോ ദൈവം ആഗ്രഹിക്കുന്നത് അതെന്താണെന്ന് വെളിപ്പെട്ട് കിട്ടും. നമുക്ക് പൂർണ്ണമായിട്ട് അറിയാം ക്രിസ്തുവിന്റെ പരമമായ ധർമ്മം എന്ന് പറയുന്നത് പാപികളായ നമുക്ക് വേണ്ടി കുരിശുമരണം ഏൽക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ ഈ സംഭവം തേജസ്കരണത്തിൽ കൂടി നമുക്ക് ഒന്നുകൂടി വെളിപ്പെട്ട് കിട്ടി, ക്രിസ്തുവിന് ഒന്നുകൂടി വെളിപ്പെട്ട് കിട്ടുകയാണ്. അല്ലെങ്കിൽ അവർ 3 പേരും അതിനെപ്പറ്റിയാണ് സംസാരിച്ചു കൊണ്ടിരുന്നത്. അപ്പോൾ ഞാനും നീയും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നിയോഗം എന്താണ്, നമ്മുടെ ദൗത്യം എന്താണ്, നമ്മുടെ കടമ എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് വെളിപ്പെട്ട് കിട്ടുന്നു. ഇവിടെ ക്രിസ്തു ജെറുസലേമിൽ പൂർത്തിയാകേണ്ട ബലിയെ പറ്റി, അല്ലെങ്കിൽ ക്രിസ്തു ജെറുസലേമിൽ പൂർത്തിയാകേണ്ട കാര്യങ്ങളെ പറ്റിയാണ് കൃത്യമായിട്ട് അവിടെ പരാമർശിച്ചിരിക്കുന്നത്. അതുപോലെ നമ്മളും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നിയോഗം എന്താണ്, നമ്മുടെ കടമ എന്താണ്, നമ്മുടെ ഉത്തരവാദിത്വം എന്താണെന്ന് ഇതിൽ കൂടി വെളിപ്പെട്ട് കിട്ടുന്നു. ഇനി മൂന്നാമതായിട്ട് ഒരു സംഭവം കൂടി ഇവിടെ നടക്കുന്നുണ്ട്. ആകാശം പൊതിഞ്ഞു പിടിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകുന്നു. സ്വർഗം പൊതിഞ്ഞു പിടിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകും. നമ്മൾ മുമ്പ് ഇതിന്റെ വേദശാസ്ത്രത്തെ പറ്റി നമ്മൾ ചിന്തിച്ചല്ലോ. ഇതിന്റെ ഏറ്റവും വലിയ വേദശാസ്ത്രം എന്ന് പറയുന്നത് എന്താണ്? ക്രിസ്തു ദൈവത്തിന്റെ പുത്രനാണെന്ന് പിതാവ് തന്നെ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിന് മുമ്പുള്ള ഭാഗങ്ങൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് പോലും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്നെ പറ്റി എന്താണ് പറയുന്നത്, ആരാണെന്നാണ് പറയുന്നത്. അതിനുശേഷമാണ് എന്ത് ചെയ്യുന്നത്? ഈ തേജസ്കരണം നടത്തി ക്രിസ്തു അവർക്ക് കൃത്യമായിട്ട് തന്നെ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. താൻ സാക്ഷാൽ ദൈവത്തിന്റെ പുത്രനാണെന്ന് അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്താണ് അവസാനം സംഭവിക്കുന്നത്? പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒരു രൂപാന്തരത്തിന്റെ അനുഭവം ഉണ്ടാകും. ഇവിടെ എന്താണ് മൂന്നാമതായിട്ട് സംഭവിക്കുന്നത്? എന്താണ്? ആകാശം പൊതിഞ്ഞു പിടിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകുന്നു. സ്വർഗം പൊതിഞ്ഞു പിടിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകുന്നു. സ്വർഗത്തിൽ നിന്നും ഒരു ശബ്ദം ഉണ്ടാകുന്നു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പീൻ. അപ്പോൾ ഞാനും നീയും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? സ്വർഗത്തിൽ നിന്നും ഈ ഒരു ചേർത്ത് പിടിക്കൽ ഉണ്ടാകുന്നു. ഇതാണ് പ്രാർത്ഥനയുടെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു അനുഭവം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ദി മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഫേസ് ഇൻ പ്രയർ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. സ്വർഗം ചേർത്ത് പിടിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകുന്നു. നമ്മൾ നമ്മുടെ വേദനകളും നൊമ്പരങ്ങളും എല്ലാം പേറിക്കൊണ്ട് ഒരു പ്രാർത്ഥനയുടെ അനുഭവത്തിലായിരിക്കുമ്പോൾ അവസാനം എന്താണ് സംഭവിക്കുന്നത്? സ്വർഗം നമ്മെ ചേർത്ത് പിടിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകുന്നു. ഗർഭപാത്രം കണക്ക് നമ്മെ പൊതിഞ്ഞു പിടിക്കുന്നത് പോലെ സ്വർഗത്തിൽ നിന്നൊരു സ്നേഹവായ്പ നമ്മെ
പൊതിഞ്ഞു പിടിക്കുന്നുണ്ട്. ഏതാണ്ട് കോടാനുകോടി മനുഷ്യരുള്ള ഈ പ്രപഞ്ചത്തിൽ നിന്നും സ്വർഗം നമ്മെ പേരെടുത്ത് വിളിക്കുകയാണ്. യു ആർ മൈ ബിലവഡ്, നീ എന്റെ പ്രിയ പുത്രനും പുത്രിയുമാണ്. യു ആർ മൈ ബിലവഡ് എന്നുള്ള ഒരു സ്നേഹവായ്പ അല്ലെങ്കിൽ ഒരു ശബ്ദം നമുക്ക് കേൾക്കുവാനായിട്ട് സാധിക്കും. സ്വർഗം ചേർത്ത് പിടിക്കുന്ന ഒരു അനുഭവമാണ് പിന്നീട് ഉണ്ടാകുന്നത്. ഇപ്പോൾ നമ്മൾ ചിന്തിച്ചത് പ്രാർത്ഥനയിൽ കൂടി നടക്കുന്ന 3 അത്ഭുതങ്ങളെ പറ്റിയാണ്. ഇപ്പോൾ ക്രിസ്തുവിന് രൂപാന്തരീകരണം എപ്പോഴാണ് സംഭവിച്ചത്? പ്രാർത്ഥിക്കുവാനായിട്ട് താബോർ മലയിലേക്ക് പോയപ്പോൾ എന്ത് സംഭവിക്കുന്നു? രൂപാന്തരീകരണത്തിന്റെ അനുഭവം ഉണ്ടാകുന്നു. അപ്പോൾ ഞാനും നീയും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഈ 3 കാര്യങ്ങൾ സംഭവിക്കും. എന്താണത്? ഒന്നാമതായിട്ട് സംഭവിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകാശമുള്ളതായിട്ട് തീരും. ക്രിസ്തുവിന്റെ ശരീരവും ഉടുപ്പും എല്ലാം പ്രകാശമുള്ളതായിട്ട് തീർന്നത് പോലെ ഞാനും നീയും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം എന്തുള്ളതായിട്ട് തീരും? പ്രകാശമുള്ളതായിട്ട് തീരുമെന്ന് ഈ സംഭവം നമ്മെ കൃത്യമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. രണ്ടാമതായിട്ട് എന്താണ് സംഭവിക്കുന്നത്? മോശയും ഏലിയാവും ക്രിസ്തുവും എന്തിനെ പറ്റിയാണ് സംസാരിച്ചത്? ജെറുസലേമിൽ സംഭവിക്കുവാനിരിക്കുന്ന നിര്യാണത്തെ പറ്റിയാണ് അവർ കൃത്യമായിട്ട് സംസാരിച്ചത്. അപ്പോൾ ഞാനും നീയും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നിയോഗം എന്താണ്? നമ്മുടെ കടമ എന്താണ്? പലപ്പോഴും നമ്മളൊക്കെ പല പ്രതിസന്ധികളിൽ ഇനി എന്ത് ചെയ്യേണ്ടു എന്നറിയാതെ നിൽക്കുമ്പോൾ ഞാനും നീയും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നിയോഗം എന്താണ്? നമ്മുടെ ദൗത്യം എന്താണ്? നമ്മുടെ ഉത്തരവാദിത്വം എന്താണെന്ന് നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്ന ഒരു അനുഭവം ഉണ്ടാകും. അതാണ് താബോർ മലയിൽ സംഭവിച്ചത്. ക്രിസ്തുവിനറിയാം ഞാൻ കുരിശുമരണം ഏൽക്കുവാനാണ് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്. പക്ഷെ അവർ എന്ത് ചെയ്യുകയാണ്? അവർ അതിനെപ്പറ്റി വീണ്ടും സംസാരിക്കുകയാണ്. അപ്പോൾ ഞാനും നീയും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നിയോഗം എന്താണ്? നമ്മുടെ ദൗത്യം എന്താണ്? നമ്മുടെ കടമ എന്താണെന്ന് നമുക്ക് വെളിപ്പെട്ട് കിട്ടുകയാണ്. ഈ മൂന്നാമതായിട്ട് എന്താണ് സംഭവിക്കുന്നത്? സ്വർഗത്തിൽ നിന്നൊരു അരുളപ്പാടുണ്ടാകുന്നു. യു ആർ മൈ ബിലവഡ്, നീ എന്റെ പ്രിയപുത്രനാണ്, ഇവന് ചെവി കൊടുപ്പീൻ. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയുടെ അവസാനം ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. എന്താണ് സംഭവിക്കുന്നത്? നീ എന്റെ പ്രിയപുത്രനും പുത്രിയുമാണെന്നുള്ള ഒരു അരുളപ്പാട് സ്വർഗത്തിൽ നിന്ന് ഉണ്ടായിട്ട് സ്വർഗം നമ്മെ ചേർത്ത് പിടിക്കുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകാൻ. നമ്മൾ പലതരം പ്രയാസങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും കടന്നുപോയിട്ട് ഒരു പ്രാർത്ഥനയുടെ അനുഭവത്തിലേക്ക് ചെല്ലുമ്പോൾ സ്വർഗം നമ്മെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുന്നു, യു ആർ മൈ ബിലവഡ്, നീ എന്റെ പ്രിയ പുത്രനും പുത്രിയുമാണെന്നുള്ള ഒരു അനുഭവത്തിലേക്ക് നമ്മെ എല്ലാവരും ചേർത്ത് പിടിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് നാം എല്ലാവരും കടന്നു വരുന്നു. ഇപ്പോൾ നമ്മൾ ചിന്തിച്ചത്, ഒന്നാമതായിട്ട് നമ്മൾ ചിന്തിച്ചത് എന്തിനാണ് യഹൂദന്മാർ ഈ പെരുന്നാൾ, കൂടാര പെരുന്നാൾ ആഘോഷിച്ച്. രണ്ടാമതായിട്ട് പഴയ നിയമ സംഭവമായിട്ട് ഇതിനെ നമുക്ക് ഒരു ബന്ധമുണ്ട്. മൂന്നാമതായിട്ട് ഇതിലെ ദൈവശാസ്ത്രം എന്ന് പറയുന്നത് ക്രിസ്തു സാക്ഷാൽ ദൈവത്തിന്റെ പുത്രനാണ്. അതാണ് പരിശുദ്ധ സഭയുടെ വിശ്വാസവും അത് തന്നെയാണ്. അത് എപ്പോഴും നിങ്ങൾ ഹൃദയഭിത്തിയിൽ കുറിച്ചിട്ടോണം. നമ്മുടെ പരിശുദ്ധ സഭയുടെ വിശ്വാസം എന്ന് പറയുന്നത് എന്താണ്? ക്രിസ്തു സാക്ഷാൽ ദൈവത്തിന്റെ പുത്രനാണ്. ഈ വിശ്വാസം പത്രോസ് ശ്ലീഹ ഏറ്റു പറഞ്ഞു. പത്രോസ് ശ്ലീഹ ശിഷ്യന്മാരിൽ ഏറ്റവും മൂത്ത ആളായതുകൊണ്ട് എപ്പോഴും ചിന്തിച്ചോണം. നമ്മൾ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, എന്തുകൊണ്ട് തോമസ് ശ്ലീഹായ്ക്ക് ആ ഒരു ഏറ്റുപറച്ചിൽ ഉണ്ടായില്ല? അല്ലെങ്കിൽ തോമസ് ശ്ലീഹ പറയുന്നുണ്ട് എന്റെ കർത്താവിന്റെ ദൈവം, അല്ലെങ്കിൽ ആ സമയത്ത് പറയുന്നില്ല. ഇവരുടെ 12 ശിഷ്യന്മാരുടെ ഏറ്റവും വലിയ സ്വഭാവ സവിശേഷത എന്ന് പറയുന്നത് അവർ പ്രായത്തിന് വലിയൊരു പ്രാധാന്യം കൊടുത്തിരുന്നു. അതുകൊണ്ടാണല്ലോ കല്ലറയുടെ വാതിക്കൽ യോഹന്നാൻ ശ്ലീഹ ആദ്യം ഓടിയെത്തി. പക്ഷെ എന്താണ് സംഭവിച്ചത്? പത്രോസ് ശ്ലീഹയ്ക്ക് വേണ്ടി വഴിമാറി കൊടുക്കുകയാണ്. അപ്പോൾ അധികാരം പത്രോസ് ശ്ലീഹയ്ക്ക് മാത്രമല്ല കിട്ടിയത്, ശിഷ്യന്മാർക്ക് എല്ലാവർക്കും ഒരുപോലെ കിട്ടിയതാണ്. ഇവിടെ എന്താണ് ചെയ്യുന്നത്? പത്രോസ് ശ്ലീഹ പറയുകയാണ്, ശിഷ്യന്മാരിൽ ഏറ്റവും മൂത്ത ആളായതുകൊണ്ട് അദ്ദേഹം ഏറ്റു പറയുകയാണ്. എന്താണ് പറയുന്നത്? നീ സാക്ഷാൽ ദൈവത്തിന്റെ പുത്രനാണെന്ന് പത്രോസ് ശ്ലീഹ ഏറ്റു പറയുകയാണ്. അപ്പോൾ ആ ഏറ്റുപറച്ചിലിന് ശേഷം പിന്നീട് എന്താണ്? ക്രിസ്തു അവരുടെ മുമ്പിൽ ഒന്നുകൂടി വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. താൻ സാക്ഷാൽ ദൈവത്തിന്റെ പുത്രനാണെന്ന് ശിഷ്യന്മാർക്ക് ഒന്നുകൂടി വെളിപ്പെടുത്തി കൊടുക്കുന്നതിന് വേണ്ടി താൻ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് സ്നേഹിച്ച 3 ശിഷ്യന്മാരെയും കൊണ്ട് ക്രിസ്തു താബോർ മലയിൽ ആ തേജസ്കരണത്തിന്റെ അനുഭവത്തിലേക്ക് പോവുകയാണ്. അവിടെ വെച്ച് പിതാവാം ദൈവം തന്നെ പറയുകയാണ്, ഇവൻ എന്റെ പ്രിയ പുത്രനാണ്. അതാണ് ഈ മറുരൂപ പെരുന്നാളിന്റെ ഏറ്റവും വലിയ തിയോളജി എന്ന് പറയുന്നത്. ക്രിസ്തു സാക്ഷാൽ ദൈവത്തിന്റെ പുത്രനാണ്. അപ്പോൾ അത് ഏറ്റുപറഞ്ഞുകൊണ്ട് ആ വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുവാനായിട്ട് എനിക്കും നിങ്ങൾക്കും സാധിക്കണം. പിന്നീട് നമ്മൾ ചിന്തിച്ചത് എന്താണ്? ക്രിസ്തു പ്രാർത്ഥിക്കുവാനായിട്ട് ആ മലയിലേക്ക് പോയപ്പോഴാണ് രൂപാന്തരത്തിന്റെ അനുഭവം ഉണ്ടായത്. ആ രൂപാന്തരത്തിന്റെ അനുഭവം നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകും. പ്രാർത്ഥനയിൽ കൂടി ആ രൂപാന്തരത്തിന്റെ അനുഭവം നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകും. അതിനെപ്പറ്റി 3 കാര്യങ്ങളെപ്പറ്റി നമ്മൾ ചിന്തിച്ചു. ഒന്നാമതായിട്ട് ഞാൻ നീ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പ്രകാശമുള്ളതായിട്ട് തീരും. രണ്ടാമതായിട്ട് എന്താണ്? നമ്മുടെ നിയോഗം എന്താണ്? നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്? നമ്മുടെ കടമ എന്താണെന്ന് പ്രാർത്ഥനയിൽ കൂടി വെളിപ്പെട്ട് കിട്ടുന്നു. മൂന്നാമതായിട്ട് മോശയും
അവിടെ സന്നിഹിതരായിരുന്നവർക്ക് ഒരു അരുളപ്പാടുണ്ടാകുന്നുണ്ട്, ഇവൻ എന്റെ പ്രിയപുത്രനെ ഇവന് ചെവി കൊടുപ്പിൻ. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയുടെ അവസാനവും സ്വർഗം ചേർത്ത് പിടിക്കുന്ന ഒരു അനുഭവമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിനെല്ലാം അവസാനം പിന്നീട് എന്താണ് സംഭവിക്കുന്നത്? 3 കൂടാരങ്ങൾ ഉണ്ടാക്കാമെന്ന് പറയുന്നു. ഉടനെ കർത്താവ് പറയുന്നു, അതിനെല്ലാം വിലക്കിയിട്ട് എന്താണ് പറയുന്നത്? പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? ഇനി താഴേക്ക് പ്രവർത്തന പദത്തിലേക്ക് ഇറങ്ങണം. ബഹുമാനപ്പെട്ട അച്ഛൻ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ അവർ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ പിന്നീട് എന്താണ് സംഭവിക്കുന്നത്? പിന്നീട് ക്രിസ്തു എന്താണ്? പ്രാർത്ഥനയുടെ മലമുകൾ കണ്ടവർ പിന്നീട് എന്ത് ചെയ്യണം? അല്ലെങ്കിൽ മഹത്വത്തിന്റെ മലമുകൾ കണ്ടവർ പിന്നീട് എന്താണ് ചെയ്യേണ്ടത്? കർമ്മത്തിന്റെ ഉത്തരവാദിത്വത്തിലേക്ക് ഇറങ്ങണം. കർമ്മത്തിന്റെ ഉത്തരവാദിത്വത്തിലേക്ക് ഇറങ്ങണം. അപ്പോൾ ഒരു പ്രാർത്ഥനയിൽ കൂടി തങ്ങളുടെ നിയോഗം എന്താണ്, തങ്ങളുടെ കടമ എന്താണെന്ന് വെളിപ്പെട്ട് കിട്ടിയവർ പിന്നീട് എന്താണ് ചെയ്യേണ്ടത്? തങ്ങളുടെ നിയോഗത്തിലേക്ക് ഇറങ്ങണം. മലമുകളിൽ ഇരിക്കാതെ തങ്ങളുടെ നിയോഗത്തിലേക്ക് ഇറങ്ങണമെന്നാണ് ക്രിസ്തു കൃത്യമായിട്ട് ഓർമ്മിപ്പിക്കുന്നത്. 3 കൂടാരങ്ങൾ പണിയാമെന്ന് പറയുമ്പോൾ ക്രിസ്തു വിലക്കിയിട്ട് പിന്നീട് എന്താണ് ചെയ്യുന്നത്? മലമുകൾ ഇറങ്ങി വന്ന് കർമ്മത്തിന്റെ ജെറുസലേമിലേക്ക് വീണ്ടും ഇറങ്ങിത്തിരിക്കുകയാണ്. അപ്പോൾ എന്താണ്? ഒരു മഹത്വത്തിന്റെയും തേജസ്കരണത്തിന്റെ അനുഭവത്തിൽ നിന്ന്, പ്രാർത്ഥനയുടെ അനുഭവത്തിൽ നിന്ന് പിന്നീട് എന്താണ് ഉണ്ടാകേണ്ടത്? ഒരു കർമ്മത്തിന്റെ രീതിയിലേക്ക് സഞ്ചരിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകണമെന്ന് ഈ തേജസ്കരണ പെരുന്നാള് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ചിന്തിച്ച കാര്യങ്ങളെ പറ്റി ഒന്നുകൂടൊന്ന് ക്രോഡീകരിക്കുകയാണ്. കൂടാര പെരുന്നാൾ യഹൂദന്മാരുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു പെരുന്നാളായിരുന്നെങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം എന്താണ്? അത് തേജസ്കരണത്തിന്റെ മറുരൂപ പെരുന്നാളും ആണ്. കാരണം ക്രിസ്തു സാക്ഷാൽ ദൈവപുത്രനാണെന്നുള്ള ഒരു വെളിപ്പെടൽ ഇതിൽ കൂടി ഒന്നുകൂടെ ശിഷ്യന്മാർക്ക് ലഭിക്കുകയാണ്. അത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ തിയോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് സാധിച്ചു. നിങ്ങൾക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങളെങ്കിലും മനസ്സിലായെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു. ബഹുമാനപ്പെട്ട അച്ഛൻ വളരെ നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ തന്നെ അച്ഛൻ ക്ലാസ് നയിച്ചു. ഒരു 6-7 മിനിറ്റ് ഇപ്പൊ ഇവിടെ ഓൺലൈൻ ഉള്ള ആർക്കെങ്കിലും ഈ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും അച്ഛനോട് ചോദിക്കാമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. പറഞ്ഞ അച്ഛൻ പഴയ നിയമത്തിൽ നിന്നും വ്യക്തമായിട്ട് അതിന്റെ കൂടാര പെരുന്നാളിന്റെ അർത്ഥവും അതിന്റെ ആശയങ്ങളും പറഞ്ഞു തന്നു. അതിന്റെ പ്രധാനപ്പെട്ട ദൈവശാസ്ത്ര ഭാഗങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു. ആർക്കെങ്കിലും അച്ഛനോട് ഇപ്പോഴീ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ട്? ഒരു ചെറിയ ഇന്ററാക്ഷന്റെ ഒരു സമയമാണ്. ഒരു 6-7 മിനിറ്റ് ഉണ്ട്. ആർക്കെങ്കിലും ചോദിക്കാം. പ്രത്യേകിച്ച് ചോദ്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇത് പൈൻഡപ്പ് ചെയ്യാനുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ. ബഹുമാനപ്പെട്ട റിനോ അച്ഛൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾ സഹപാഠികളാണ്. 4 വർഷം സെമിനാരിയിലും പ്രീ സെമിനാരിയായിട്ടൊക്കെ നിൽക്കുന്ന കാലം തൊട്ടുള്ള ഒരു അനുഭവം പരിചയം അച്ഛനുമായിട്ടുണ്ട്. പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ വായിക്കാനും പഠിക്കാനും ഒക്കെ ആഗ്രഹിക്കുകയും അത് നല്ലപോലെ വചനപ്രഘോഷണത്തിന് ഉപയോഗിക്കുകയൊക്കെ ചെയ്യുന്ന, നമ്മുടെ ഭദ്രാസനത്തിൽ സ്തുത്യർഹമായി സേവനം ചെയ്യുന്ന ഒരു വന്യ വൈദികനാണ് റിനോ അച്ഛൻ. പ്രത്യേകിച്ച് അച്ഛൻ ക്ലാസ് എടുത്തപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അച്ഛന്റെ വായനയുടെ അനുഭവങ്ങളൊക്കെയും അച്ഛന്റെ ക്ലാസ്സിൽ വന്നു. അച്ഛന് നമ്മുടെ സഭയുടെ ബാലസമാജം കേന്ദ്ര ജനറൽ സെക്രട്ടറി ആയിട്ട് ഇപ്പോൾ ശുശ്രൂഷ ചെയ്യുന്നു. നമ്മുടെ ഭദ്രാസനത്തിൽ തന്നെ യോർദാൻപുരം മാർ ഗ്രിഗോറിയോസ് പള്ളിയുടെ വികാരിയായിട്ടും അച്ഛൻ ശുശ്രൂഷ ചെയ്യുന്നു. ഈ ഒരു ദിവസം നമ്മുടെ യുവജന പ്രസ്ഥാന അംഗങ്ങൾ ക്രമീകരിച്ച ഈ ഹൈമോനോസ് എന്ന വിശ്വാസ പഠന ക്ലാസ്സിൽ വരികയും ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തി വളരെ മനോഹരമായിട്ട് ഈ ക്ലാസ് നിർവഹിക്കുകയും ചെയ്ത അച്ഛന് ഹൃദയം നിറഞ്ഞ നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. അതുപോലെ